മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ശ്രദ്ധിക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവന് ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിക്കുവാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നു. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്ന കണ്ട് ഭയപ്പെട്ട് കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. ദൈവവചനത്തിന് മാറ്റമില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾക്ക് മാറ്റം തരുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവവചനം നിങ്ങൾക്ക് രൂപാന്തരം നൽകും. മാറ്റമില്ലാത്തതും നിങ്ങൾക്ക് മാറ്റം തരുന്നതും ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നിങ്ങൾക്ക് രൂപാന്തരം നൽകുന്നതുമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. ഇന്ന് രാത്രിയിൽ ഒരു അത്ഭുത സൗഖ്യമാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തൻ്റെ വചനത്തെ അയച്ച് രോഗികളെ സൗഖ്യമാക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു വിശുദ്ധീകരണമാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോട് പറയുന്നു, നിങ്ങളിപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു. അല്ല, ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു അനുഗ്രഹമാണ് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ ദൈവവചന കേൾവി നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നുവെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, പ്രകാശത്തെക്കായാലും അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ വ്യക്തികളിൽ, ഈ പട്ടണത്തിൽ, നമ്മുടെ രാജ്യത്തിൽ ഇന്ന് രാത്രിയിൽ ക്രിയ ചെയ്യും. വാസ്തവമായും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളുള്ള എല്ലാ നല്ലവരായ ദേശനിവാസികളോടും നാട്ടുകാരോടും ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഇവിടെ നടക്കുന്ന ഒരു മതത്തിൻ്റെ പ്രഭാഷണമല്ല, ഇവിടെ നടക്കുന്നത് ഒരു സംഘടനയെ ഉയർത്തുന്നതല്ല. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തെ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയർത്തുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളെ പ്രാപിക്കും. അവനിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ വിടുതൽ പ്രാപിക്കും. അവനിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ അനുഗ്രഹത്തെ പ്രാപിക്കും. കരങ്ങളെ ചേർത്തടിച്ച് വായ്കൾ തുറന്ന് സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. Glory to God. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 43 വരെയുള്ള വേദഭാഗങ്ങളിൽ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നടന്ന 3 അത്ഭുതങ്ങൾ നമ്മൾക്കവിടെ ദർശിക്കാം. 3 അത്ഭുതങ്ങൾ. അത് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് അത്ഭുതങ്ങളെ ചെയ്തു. വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇന്ന് രാത്രി ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവൻ അത്ഭുതങ്ങളുടെ ദൈവം. 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ യേശു കർത്താവ് ഇവിടെ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നു. 1, ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത,
ആർക്കും കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത ഒരു ഭൂതഗ്രസ്തൻ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത ഒരു ഭൂതഗ്രസ്തൻ. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ അവൻ ചെങ്ങലകൾ വലിച്ചു പൊട്ടിക്കും. സെല്ലിനകത്ത് അവനെ അടച്ചാൽ അവൻ സെല്ല് പൊളിക്കും. ഒരു വ്യക്തികൾക്കും, ഒരു മനുഷ്യർക്കും, ഒരു മരുന്നുകൾക്കും അവനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, മർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ച അധ്യായം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം, 25-ഉം 26-ഉം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഒന്ന്, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ച് പുറത്തു വരുന്ന ഒരു മാനസിക രോഗി അല്ലെങ്കിൽ ഒരു ഭൂതഗ്രസ്തൻ. രണ്ടാമത്തെ വിഷയം, ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും ഒരു വ്യക്തികൾക്കും സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. ഒരു മനുഷ്യർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഭൂതഗ്രസ്തനും, ഒരു മെഡിക്കൽ സയൻസിനും, ഒരു വ്യക്തികൾക്കും, ഒരു സാഹചര്യങ്ങൾക്കും, ഒരു മനുഷ്യർക്കും സൗഖ്യമാകാൻ കഴിയാത്ത, സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീയും. മൂന്നാമത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കൂ, 35 മുതലുള്ള വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കാം, ഒന്നാമത്തെ വിഷയത്തിൽ ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഭൂതഗ്രസ്തൻ, മാനസിക രോഗി. രണ്ടാമത്തെ വിഷയത്തിൽ മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും ആർക്കും സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. മൂന്നാമത്തെ വിഷയത്തിൽ രോഗം വന്ന് മരിച്ചുപോയി അടക്കുവാൻ വെച്ചിരിക്കുന്ന യായിറോസ് എന്ന മനുഷ്യന്റെ പൈതൽ. ഈ 3 വിഷയത്തെയും മനുഷ്യർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതല്ല. സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിക്കുന്ന, ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന ഈ ചെറുപ്പക്കാരനെ ആർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയും? മുതൽ മുഴുവൻ വിറ്റിട്ട് സകലയിടത്തും ചികിത്സിച്ച് സൗഖ്യം വരാത്ത ഈ സ്ത്രീയെ ഇനി ആർക്ക് സൗഖ്യമാക്കാൻ കഴിയും? മരിച്ചുപോയി അടക്കുവാൻ പെട്ടിയിൽ വെച്ചിരിക്കുന്ന ഡെഡ് ബോഡിയെ ഇനി ആർക്ക് വിടുവിക്കാൻ കഴിയും? എന്നാൽ ഇന്ന് രാത്രിയിൽ തിരുവനന്തപുരം പട്ടണം ശ്രദ്ധിക്കുക, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഈ 3 വിഷയങ്ങളും ദൈവപുത്രനായ യേശു കൈകാര്യം ചെയ്തു. അവൻ അതിനെ ഹാൻഡിൽ ചെയ്തു. ഓ മൈ ഗാഡ്! ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയമായി ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു യേശു കർത്താവിന് ഇന്ന് രാത്രിയിൽ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും? താങ്ക് യു ലോർഡ് ജീസസ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു സംഘടന ഉണ്ടാക്കുവാനല്ല. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ ശിക്ഷിക്കുവാനല്ല, നമ്മെ രക്ഷിക്കുവാനത്രേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു, ഈ ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തികൾ പോലും നശിച്ചു പോകുന്നത് കാണുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇന്ന് ഈ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയമായി നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നെങ്കിൽ അതിനകത്ത് അത്ഭുത വിടുതലുകൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. വാ, അത് ഏറ്റെടുക്കുന്നവർ കരങ്ങൾ അടിച്ചെന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. അത് ഏറ്റെടുക്കുന്നവർ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഇപ്പോൾ തന്നെ ആ തളർന്ന കാലുകളിൽ ദൈവശക്തി വരികയാണ്. ഇപ്പോൾ തന്നെ അടഞ്ഞ കണ്ണുകളിൽ ദൈവശക്തി വരികയാണ്. ഇപ്പോൾ തന്നെ കേൾക്കാത്ത ചെവിയിൽ ദൈവശക്തി വരികയാണ്. ഇപ്പോൾ തന്നെ ആ ഉദര സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ അടിപ്പിണരാൽ, യേശുവിന്റെ നാമത്താൽ സൗഖ്യമാകുകയാണ്. താങ്ക് യു ഫാദർ ഗോഡ്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ഈ ഭൂമിയുടെ ആരംഭത്തിൽ തന്നെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, അസാധ്യതകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. പാഴായ അനുഭവം നല്ലതല്ല, ശൂന്യത നല്ലതല്ല, ഇരുള് നല്ലതല്ല. ശക്തമേറിയ 3 തിന്മകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 3 അസാധ്യതകൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശക്തമേറിയ 3 തിന്മകൾ ഈ ഭൂമിയിൽ നിലനിന്നപ്പോൾ പാഴ്, ശൂന്യത, ഇരുട്ട്. വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വാസ്തവമായി ഇന്ന് രാത്രി ഞാൻ സഹോദരങ്ങളോട് അറിയിക്കട്ടെ, ആയിരക്കണക്കിന് തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു ചെയ്താലും നിങ്ങളുടെ 1000 തിന്മകളെ നന്മയാക്കാൻ ഒറ്റ നാമം മതി. അത് യേശുവിന്റെ നാമമാണ്. നിങ്ങളുടെ 1000 പ്രതിസന്ധികളെ പരിഹരിക്കാൻ ഒറ്റ ശക്തി മതി. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവയാകുന്ന ദൈവം വായ് തുറന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുമ്പോൾ, ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലും പരിശുദ്ധാത്മാവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അധരം അടച്ചിരിക്കാതെ ഇന്ന് രാത്രിയിൽ അധരങ്ങളെ തുറന്ന് ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുമെങ്കിൽ, നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ അധരം കൊണ്ട് പറയുമെങ്കിൽ, രോഗികളായിട്ടിരിക്കുന്നവർ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പറയണം, അവന്റെ അടിപ്പിണരാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ ഇന്ന് രാത്രി എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് പറയണം, എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ എനിക്ക് പൂർണ്ണമായി തീർത്തു തരും. എന്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ചലിക്കുമ്പോൾ അധരം തുറന്ന് പറയുന്നു, അതെല്ലാം ഇന്ന് രാത്രിയിൽ ഇവിടെ സൃഷ്ടിക്കപ്പെടും, ഇവിടെല്ലാം ഉളവായി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആർത്ത് വിളിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ഫാദർ. വചനത്തിലേക്ക് വരട്ടെ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. യേശു കർത്താവ് ഗദരദേശത്തെത്തി എന്ന് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ യാത്രയെക്കുറിച്ച്, യേശു കർത്താവ് ഈ യാത്ര ആരംഭിച്ചതിനെ കുറിച്ച് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. അന്ന് സന്ധ്യയായപ്പോൾ അവൻ അവരോട്, എഴുന്നേൽക്ക, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ എവിടേക്കാണ് പോകുന്നത് എന്ന് ശിഷ്യന്മാർക്കറിയില്ല. ഈ യാത്രയുടെ ഉദ്ദേശം എന്ത് എന്ന് അവർക്ക് മനസ്സിലായില്ല. മന്യ ദൈവജനമേ, വിളി കേട്ട ശിഷ്യന്മാർക്ക് എവിടെയാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും വിളിച്ചവൻ അറിയാമായിരുന്നു എവിടെ എത്തിക്കണമെന്ന്. ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച, കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിച്ച ഒരു കൂട്ടം ആൾക്കാർ ഈ ഗ്രൗണ്ടിലുണ്ട്. വിളി കേട്ട് ഇറങ്ങിയവർക്ക് ഈ യാത്രയുടെ ഉദ്ദേശം എന്ത് എന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനത്രേ, നിങ്ങളെ വിളിച്ചവൻ സർവശക്തനത്രേ. തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ വാക്ക് കേട്ട് അവർ പടകുമായി പുറപ്പെട്ടു. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വലിയ കാറ്റും വലിയ തിരകളും അവർക്ക് പ്രതികൂലമായി നിന്നു. പക്ഷേ കാറ്റുകളും തിരകളും പ്രതികൂലമായി നിന്നെങ്കിലും വിളിച്ചവൻ വിശ്വസ്തനായിരുന്നു, വിളിച്ചവൻ സർവശക്തനായിരുന്നു, പുറപ്പെടുവാൻ ആലോചന തന്നവൻ സർവശക്തനായിരുന്നു. ഹല്ലേലൂയ. അവർ ഗദരദേശത്തെത്തി. യേശു കർത്താവ് ഗദരദേശത്തെത്തിയത് ഒരു ചെറുപ്പക്കാരനെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. ഒരു കടല് കടന്ന്
യേശു ഇത്രയും ദൂരം യാത്ര ചെയ്തത് ഒരു ചെറുപ്പക്കാരനെ വിടുവിക്കുവാൻ. ഉച്ചയ്ക്ക് 12 മണിക്ക് പൊള്ളുന്ന വെയിലത്ത് ശമരിയ പട്ടണത്തിലെ പഞ്ചായത്ത് കിണറിന്റെ സൈഡിൽ യേശു മണിക്കൂറുകൾ കാത്തിരുന്നത് ഒരു തകർന്ന ജീവിതമുള്ള സഹോദരിയെ വിടുവിക്കുവാൻ, ഒരു ചെറുപ്പക്കാരനെ വിടുവിക്കാൻ കടലു കടന്നു ചെന്ന യേശു ഒരു സഹോദരിയെ വിടുവിക്കാൻ മണിക്കൂറുകൾ വെയിലുകൊണ്ട് കാത്തുനിന്ന കർത്താവ് ഇന്ന് രാത്രി തിരിച്ചറിയുക, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും യേശുവിന് വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ചിലർ പറയുന്നു, എന്റെ ഭവനക്കാർക്ക് എന്നെ വേണ്ട, എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എന്റെ ഭർത്താവിന് എന്നെ വേണ്ട, എന്റെ സഹോദരങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഞാൻ തകർന്നിരിക്കുന്നു. ഇന്ന് രാത്രി മാന്യ സഹോദര, മാന്യ സഹോദരി, നിന്റെ തകർന്ന ഭാവിയെ പണിതെടുക്കാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടി കർത്താവ് ഗദരദേശത്തെത്തി. Listen to me. ഗദരദേശത്തെത്തിയ ഉടനെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ യേശുവിനെ എതിരേറ്റു. വാസ്തവത്തിൽ അശുദ്ധാത്മാവുള്ള മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശു ഗദരദേശത്ത് ചെന്നത്. പക്ഷേ കാണാൻ പോയവനല്ല ആദ്യം കണ്ടത്, കാത്തിരുന്നവനാണ് യേശുവിനെ ആദ്യം കണ്ടത്. ഒന്നുകൂടെ പറയാം, അശുദ്ധാത്മാവുള്ള മനുഷ്യനെ യേശു ആദ്യം കണ്ടില്ല. എന്നാൽ അശുദ്ധാത്മാവുള്ള മനുഷ്യനാണ് യേശു ഗദരദേശത്ത് കാലുകുത്തിയപ്പോൾ യേശുവിനെ വന്ന് എതിരേറ്റത്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, 11 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനിൽ നിന്നുള്ള നന്മകൾ സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. സകലതും നശിപ്പിച്ച് തകർന്ന ശേഷം അവൻ അപ്പനെ കാണാൻ ആഗ്രഹിച്ച് മടങ്ങി വന്നു. എന്നാൽ കാണാൻ പോയ പുത്രനല്ല ആദ്യം അപ്പനെ കണ്ടത്, കാത്തിരുന്ന അപ്പനാണ് ഓടി പുത്രന്റെ അടുക്കലേക്ക് വന്നത്. യേശു ഗദരദേശത്ത് ചെന്നപ്പോൾ യേശു അല്ല ആദ്യം ഭൂതഗ്രസ്തനെ കണ്ടത്, കാത്തിരുന്ന ഭൂതഗ്രസ്തൻ. യേശുവിന്റെ വരവിനെ തിരിച്ചറിഞ്ഞ ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടു. താങ്ക് യു ലോർഡ്. യേശു കർത്താവ് ഗദരദേശത്ത് കാലുവെച്ചപ്പോൾ, യാത്ര പുറപ്പെട്ടപ്പോൾ അശുദ്ധാത്മാക്കൾക്ക് ബോധ്യമായി തങ്ങളെ പുറത്താക്കുവാൻ കഴിവുള്ള ദൈവപുത്രൻ വരുന്നുണ്ട്. യേശു കർത്താവ് പടകുമെടുത്ത് പുറപ്പെട്ടപ്പോൾ കാറ്റ് പ്രതികൂലമാക്കി. ഞാൻ വിശ്വസിക്കുന്നു ഈ കാറ്റ് പിതാവ് അയച്ച കാറ്റല്ല. കാരണം പിതാവ് അയച്ച കാറ്റായിരുന്നെങ്കിൽ യേശു ശാസിക്കില്ല. യേശു ശാസിക്കില്ല, അവൻ പിതാവിനെ ശാസിക്കില്ല. ഇത് പിതാവിൽ നിന്ന് വന്ന കാറ്റല്ല, ഇത് പിതാവിൽ നിന്ന് വന്ന തിരയല്ല. ഒരുത്തന്റെ വിടുതൽ നടക്കാതിരിക്കാൻ ശത്രു ചെയ്തതാണെങ്കിൽ അതിനെ ജയിക്കുവാൻ കഴിവുള്ളവൻ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി കരങ്ങളെ അടിച്ച് വായ്കൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ മാന്യ സഹോദരങ്ങളെ, ദുരാത്മ സൈന്യം യേശു കർത്താവിന്റെ വരവിനെ സെൻസ് ചെയ്തു. അവരതിനെ തിരിച്ചറിഞ്ഞു. യേശു ഈ ഗദരദേശത്ത് എത്താതിരിക്കാൻ, യേശു ആ പട്ടണത്തിൽ കാലുകുത്താതിരിക്കാൻ പിശാച് വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷെ ഒരു കാര്യം പരസ്യമായി ഞാൻ ഈ പട്ടണത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ, ദൈവം ഒരു പദ്ധതിക്ക് ആരംഭം കുറിച്ചാൽ, ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആർ. കരങ്ങളെ അടിച്ചെന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. വിശുദ്ധ ബൈബിൾ പറയുന്നു, അശുദ്ധാത്മാവുള്ള മനുഷ്യന്റെ പാർപ്പ്
കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചെങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടായിരുന്നു. അടുത്ത വാക്യത്തിൽ, 5-ാമത്തെ വാക്യത്തിൽ നോക്കുക. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും നിലവിളിച്ചും പോന്നു. ഒന്ന്, ഒരു വ്യക്തിയെ പൈശാചിക വൃന്ദങ്ങൾ സ്വാധീനിച്ചപ്പോൾ അവന്റെ പാർപ്പ്, അവന്റെ താമസം കല്ലറകളിലായിരുന്നു. 2, സാത്താന്യ ശക്തി ഒരു ചെറുപ്പക്കാരനെ സ്വാധീനിച്ചപ്പോൾ അവന്റെ അധരത്തിൽ എപ്പോഴും നിലവിളിയും ദീനരോധനങ്ങളുമായിരുന്നു. 3, അവനൊരു കല്ലെടുത്ത് തന്നെ താൻ ചതച്ച് അവനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇന്നും വ്യക്തികളെ, കുടുംബങ്ങളെ പൈശാചിക ശക്തികൾ ഇതുപോലെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. താങ്ക് യു ജീസസ്. 1, ഇവന്റെ താമസം കല്ലറയിലായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയെ പിശാച് സ്വാധീനിച്ചാൽ അവന്റെ ജീവിതം എന്താകുമെന്നും, അതേ വ്യക്തിയെ യേശു കർത്താവ് വിടുവിച്ചാൽ അവന്റെ ജീവിതം എന്താകുമെന്നും ഈ ചെറുപ്പക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. സാത്താൻ അവനെ സ്വാധീനിച്ചപ്പോൾ അവന്റെ ജീവിതം കല്ലറയിലായിരുന്നു. മരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന ഇടമാണ് സെമിട്രി, കല്ലറ. അവന്റെ ആത്മാവ് ദൈവം വെച്ച സ്ഥലത്തേക്ക് കടന്നു പോകുന്നു.